പ്രവാസിയായപ്പോൾ ഞാൻ അനുഭവിച്ച ബുദ്ധിമുട്ടുകൾ, പ്രയാസങ്ങൾ, അതിനെ എങ്ങനെയാണ് തരണം ചെയ്യാൻ എന്നെ സഹായിച്ചത് തുടങ്ങിയ കാര്യങ്ങൾ ആണ് ഈ വീഡിയോയിൽ. എല്ലാവരെയും പോലെ പല സ്വപ്നങ്ങൾ കണ്ടുകൊണ്ടാണ് ഞാനും പ്രവാസ ലോകത്തേക്ക് കടന്നു വന്നത്. എന്നാൽ ഞാൻ അനുഭവിച്ച ബുദ്ധിമുട്ടുകൾ ഞാൻ മാത്രമല്ല, പല പ്രവാസികളും നാട്ടിൽ നിന്ന് മാറി നിൽക്കുമ്പോൾ അനുഭവിക്കുന്ന ഒരുപാട് മാനസിക സംഘർഷങ്ങളുണ്ട്. അത് പലപ്പോഴും വീട്ടുകാരോ കൂട്ടുകാരോ കുടുംബക്കാരോ ഒന്നും അറിയിക്കാറില്ല, അല്ലെങ്കിൽ അവരറിയാറില്ല, അറിയാൻ ശ്രമിക്കാറില്ല. എന്നാൽ ഈ വീഡിയോയിലൂടെ നിങ്ങളുടെ പ്രവാസികൾ ആയ കുടുംബക്കാർ തീർച്ചയായും ഇത് കണ്ടാൽ നിങ്ങൾക്ക് മനസ്സിലാവും. നാട്ടിൽ നിന്ന് ഒരു പ്രവാസി എന്ന് പറയുമ്പോൾ എന്താണോ എൻ്റെ മനസ്സിലുള്ളത് അതിൻ്റെ പ്രതീക്ഷകൾക്ക് നേരെ വിപരീതമായിരുന്നു ഞാൻ അനുഭവിച്ച കാര്യങ്ങൾ. ഏറ്റവും പ്രധാനപ്പെട്ട ഒന്ന് ലോൺലിനെസ് എന്നതാണ്, ഒരു ഒറ്റപ്പെടൽ. നമ്മുടെ ചുറ്റുപാട് ആരുണ്ടെങ്കിൽ പോലും അവരെല്ലാവരും ജോലിയുടെ തിരക്കിൽ അല്ലെങ്കിൽ മറ്റുള്ള കാര്യങ്ങളിൽ എൻഗേജ്ഡായി. നമ്മുടെ വിഷമങ്ങൾ പങ്കുവെക്കാനോ അത് പ്രകടിപ്പിക്കാനോ പല ആളുകൾക്കും മറ്റുള്ള ആളുകളുണ്ടാവില്ല. ഒരുപാട് ഡിസ്റ്റൻസ് അകന്നു വരുമ്പോൾ എവിടെയൊക്കെയോ എൻ്റെ ജീവിതം നഷ്ടപ്പെട്ടു പോയി എന്ന ഒരു വേദന, എൻ്റെ ജീവിതം അവസാനിച്ചു എന്നൊരു വേദന പലപ്പോഴും ഓരോ പ്രവാസിയും അനുഭവിക്കുകയാണ്. മാത്രമല്ല, നിരന്തരം തൻ്റെ ആരോഗ്യത്തിനെ പറ്റിയും സൗന്ദര്യത്തിനെ പറ്റിയും നാട്ടിലെ കുടുംബക്കാരെ പറ്റിയും എല്ലാം ഒരു തരത്തിലുള്ള ഡിപ്രഷൻ സ്റ്റേജിലൂടെയാണ് കടന്നു പോകുക. എന്നാൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം, സാമ്പത്തികമായ അഭിവൃദ്ധി ആഗ്രഹിച്ചാണ് പലരും, കൂടുതൽ പേരും അല്ലെങ്കിൽ എല്ലാവരും എന്ന് തന്നെ പറയാം, ഒരു കേരളം വിടുന്നത് വിദേശ രാജ്യങ്ങളിലേക്ക്, അത് ഗൾഫ് രാജ്യമാണെങ്കിലും മറ്റുള്ള രാജ്യങ്ങളിലേക്ക് പോകുന്നത്. എന്നാൽ ഏറ്റവും ആദ്യത്തെ ഒരു കാര്യം ജോബ് ഹണ്ടിങ് ആണ്. താൻ പ്രതീക്ഷിച്ച ഒരു ജോലിയിലേക്ക് എത്തിച്ചേരുക എന്നത്. എന്നാലോ പലരും എത്തിപ്പെടുന്നത് എവിടെയാണ്? താൻ പ്രതീക്ഷിക്കാത്ത, ഞാൻ എത്തിപ്പെടരുതെന്ന് ആഗ്രഹിക്കാത്ത ഇടങ്ങളിലേക്ക് എത്തിപ്പെടുകയാണ്. ആടുജീവിതം എന്ന് പറയുന്ന നോവലും സിനിമകളുമെല്ലാം ആഘോഷിക്കപ്പെടുന്ന ഒരു കാലത്ത് അത് കണ്ടാലോ അല്ലെങ്കിൽ ആ നോവൽ വായിച്ചാലോ നമ്മൾക്ക് അറിയില്ല നമ്മൾ അനുഭവിക്കാത്ത ജീവിതങ്ങൾ, നമുക്ക് ഒരു കെട്ടുകഥകൾ എന്ന് പറഞ്ഞതുപോലെ. എന്നാൽ ആ ഒരു തീവ്രത, ഞാൻ അനുഭവിക്കുന്ന പ്രയാസം എന്താണ് എന്നത് തൻ്റെ കുടുംബക്കാരെ ഒരു പ്രവാസി തീർച്ചയായും അറിയിക്കണം. ഞാൻ പലപ്പോഴും ഞാൻ എന്താണ് അനുഭവിക്കുന്നത് എന്ന് അറിയിക്കാൻ ചിലപ്പോൾ ഞാൻ ആഗ്രഹിക്കാറുണ്ട്. എന്തുകൊണ്ടാണ് നമ്മൾ മാത്രം എന്തിനാണ് മനസ്സിൽ വെച്ച് ഉരുകുന്നത് എന്ന് ഓരോ പ്രവാസിയും ഒരു വേളയെങ്കിലും ചിന്തിച്ചിട്ടുണ്ടാവും. മറ്റൊരു കാര്യം നമ്മുടെ ജീവിതശൈലി എന്നതാണ്. ആരോഗ്യത്തെപ്പറ്റി ശ്രദ്ധയില്ലാത്തൊരു ജീവിതമാണ് പലരും നയിക്കുന്നത്. ആദ്യഘട്ടത്തിലൊക്കെ എൻ്റെ ഒരു അനുഭവത്തിൽ നമുക്ക് പല രൂപത്തിലുള്ള ആരോഗ്യ പ്രശ്നങ്ങളും, ഭക്ഷണത്തിൻ്റെ ഭക്ഷണം നമ്മൾ കഴിക്കുന്ന സമയത്ത് ഏത് ഭക്ഷണം, ഹോട്ടൽ ഫുഡാണ് അധിക പേരും കഴിക്കുന്നത്, അല്ലെങ്കിൽ അതിൽ നമുക്ക് പ്രോട്ടീനോ ന്യൂട്രീഷ്യൻസോ വൈറ്റമിൻസോ ഒന്നും ലഭിക്കുന്നില്ല. അത് നമ്മുടെ ജീവിതത്തിൻ്റെ ആരോഗ്യത്തിന് മാത്രമല്ല, മാനസികാരോഗ്യത്തെ കൂടി അത് ബാധിക്കുന്നു. പിന്നെ നമ്മുടെ ജോലിയുടെ ശൈലി അനുസരിച്ച് ഒരു എക്സസൈസ്, നമ്മുടെ ബോഡി മൂവ്മെൻറ്റ് ലഭിക്കാതിരിക്കുമ്പോൾ അതും നമ്മുടെ ആരോഗ്യത്തിനെ ബാധിക്കുന്നു. എക്സസൈസ് ചെയ്യുന്നവൾ വളരെ കുറവാണ് എന്ന് തന്നെ വേണമെങ്കിൽ പറയാം. കമ്മ്യൂണിക്കേഷൻസുകൾ ഇല്ലാതിരിക്കുമ്പോൾ, നല്ല കമ്മ്യൂണിക്കേഷൻസ് ഉണ്ടാകുമ്പോൾ നമുക്ക് സംഭവിക്കുന്നത് നമ്മുടെ ചിന്ത അത് നന്നാവും, നമ്മുടെ സ്ട്രെസ്സുകളും ഡിപ്രഷൻസുകളും കുറയും. പക്ഷേ നമ്മൾ ഫോണിലൂടെ ദിവസം 5 മിനിറ്റോ 10 മിനിറ്റോ അല്ലെങ്കിൽ ആ ഒരു കമ്മ്യൂണിക്കേഷനിലൂടെ നമ്മൾ നമ്മുടെ പ്രിയപ്പെട്ടവരുമായി പങ്കുവെക്കുന്ന നിമിഷങ്ങൾ, അത് മാത്രമാണ് ഒരു റിലീഫ് എന്ന രീതിയിൽ മനുഷ്യരുള്ളൂ. ഹാപ്പിനെസ് ഉണ്ടാവുന്ന കാര്യങ്ങൾ ഇല്ല എന്ന് വേണമെങ്കിൽ പറയാം. അപ്പോൾ നമ്മുടെ മൈൻഡ് റിലീസാവുന്ന, നമ്മുടെ മൈൻഡിനെ റിലീഫാകാൻ സഹായിക്കുന്ന ആക്ടിവിറ്റീസിലേക്ക് കടക്കണം. കൂടുതൽ കാര്യങ്ങൾ അടുത്തൊരു വീഡിയോയിൽ നമുക്ക് സംസാരിക്കാം.